വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് അവർ ചാനൽ. 5ാം ക്ലാസ്സിലെ എല്ലാ കുഞ്ഞുമക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നമ്മുടെ രണ്ടാമത്തെ പാഠം 5ാം ക്ലാസ്സിലെ രണ്ടാമത്തെ പാഠമാണ് പഠിക്കാൻ പോകുന്നത്. കൂട്ടുകാരൊക്കെ ശ്രദ്ധിച്ചിരിക്കണേ. നമ്മുടെ പാഠത്തിൻ്റെ പേരാണ് ടോമി ഔർ മേം. ആരാവും ടോമി അല്ലേ? നമുക്ക് നോക്കണ്ടേ ആരായിരിക്കുന്നു. ഇവിടെ ഒരു പെൺകുട്ടിയുടെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. എന്ത് രസമാണ് കാണാൻ. നല്ല ചുവന്ന പുള്ളിയുടുപ്പൊക്കെ ഇട്ട് 2 ഭാഗം മുടിയൊക്കെ കെട്ടി റിബണൊക്കെ കെട്ടി എന്ത് രസമാണ് കാണാൻ. അപ്പോൾ ഈ കുട്ടി ആരാണെന്നൊക്കെ നിങ്ങൾക്ക് അറിയണ്ടേ? പാഠത്തിൻ്റെ പേരാണ് ടോമിയും ഞാനും. ടോമി ഔർ മേം. ഇത് പ്രോയിത്തി റോയുടെ നിങ്ങൾക്ക് പഠിക്കാനുള്ളൊരു പാഠമാണ് കേട്ടോ. മേം എന്ന് പറഞ്ഞാൽ ഞാൻ, ഔർ എന്ന് പറഞ്ഞാൽ ആൻഡ്. ഇനി നമുക്ക് ഈ പേജിൻ്റെ ഏറ്റവും താഴെയായിട്ട് എന്താ എഴുതിയേക്കണം നോക്കൂ. മേം നീതുഹും, ഞാൻ നീതുവാണ്. അയാം നീതു. അപ്പോൾ കൂട്ടുകാരെ, നിങ്ങൾ ഈ വീഡിയോ കാണുന്ന എല്ലാ കുഞ്ഞുമക്കളും നിങ്ങളുടെ പേരൊന്ന് കമൻ്റ് ഇടും കേട്ടോ. ഇതേപോലെ നിങ്ങൾ മേം നീതുഹും അതിന് പകരം നിങ്ങൾ മേം നിങ്ങളുടെ പേര് ഹും അങ്ങനെ എഴുതി അയക്കണേ. ഇനിയിപ്പോൾ ഹിന്ദിയിൽ എഴുതാൻ പറ്റാത്തവർ ഇംഗ്ലീഷിലോ മലയാളത്തിലോ എഴുതി അയക്കൂ കേട്ടോ. ഇനി നമുക്ക് അടുത്ത പേജ് നോക്കാം. അടുത്ത പേജിൽ പിക്ചർ നോക്കൂ. നമ്മുടെ നീതു, നമ്മുടെ ഈ കുട്ടിയുടെ പേരെന്താണ്? നീതു. ആ പുള്ളിയുടുപ്പിട്ട് 2 ഭാഗം മുടി കെട്ടിയ കുട്ടിയുടെ പേരാണ് നീതു. അപ്പോൾ നീതു ഇവിടെ കിടന്ന് ഉറങ്ങാണ് അല്ലേ? രാത്രി കിടന്ന് ഉറങ്ങാണ്. ഇവിടെ എന്താ എഴുതിയേക്കണു? വഹ് സർദിയോം കി രാത്ത് ദി. വഹ് പറഞ്ഞ അത്, സർദിയോം തണുപ്പ് കാലം, രാത്ത് രാത്രി, അത് തണുപ്പ് കാലമായിരുന്നു. അപ്പോൾ ഇപ്പം തണുപ്പ് കാലം, നല്ല മഴയല്ലേ. കൂട്ടുകാർ ഇതുപോലെ പുതച്ച് മൂടിയിട്ടല്ലേ ഉറങ്ങാറ്. അപ്പോൾ ഇവിടെ നീതുവും നമ്മുടെ കൂട്ടുകാരി നീതുവും തണുപ്പ് കാലത്ത് പുതച്ച് മൂടി കിടന്നുറങ്ങാണ്. അപ്പോൾ നീതു ഉറങ്ങിയിട്ടില്ല, കണ്ണ് തുറന്നിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ എന്തോ സൗണ്ട് കേട്ടിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ വഹ് എന്ന് പറഞ്ഞാൽ അത്, സർദി എന്ന് പറഞ്ഞാൽ തണുപ്പ്, രാത്ത് രാത്രി, ധി എന്ന് പറഞ്ഞാൽ ആയിരുന്നു, അത് ഒരു തണുപ്പ് കാലമായിരുന്നു. വഹ് സർദിയോം കി രാത്ത് ദി. കൂട്ടുകാരെല്ലാവരും വായിക്കാൻ പഠിച്ചല്ലോ. ഇനി നമുക്ക് അടുത്തത് നോക്കാം. അപ്പോൾ അങ്ങനെ ഉറങ്ങുന്ന നേരത്ത് എന്തോ സൗണ്ട് കേട്ടപ്പോഴാണ് തോന്നുന്നു നീതു എന്ത് ചെയ്തു? വീടിൻ്റെ ജനാലയുടെ അവിടെ വന്ന് നിന്നിട്ട് പുറത്തേക്ക് നോക്കി. അപ്പോൾ പുറത്ത് കണ്ട ഒരു ലൈറ്റിൻ്റെ താഴെ ഒരു പട്ടിക്കുട്ടി ഇരിക്കുന്നുണ്ടല്ലേ. നിങ്ങൾക്ക് എല്ലാവർക്കും പട്ടിക്കുട്ടീനെ ഇഷ്ടമാണോ? നിങ്ങളുടെ വീട്ടിലൊക്കെ പെറ്റ്സ് ഉണ്ടോ? നിങ്ങളുടെ വീട്ടിൽ പട്ടിക്കുട്ടിയുടെ പേരൊന്ന് കമൻ്റ് ഇടണേ. ടീച്ചറുടെ വീട്ടിലുണ്ട് കേട്ടോ. ടീച്ചറുടെ വീട്ടിൽ 2 പട്ടിക്കുട്ടികളുണ്ട്. ഒന്നിൻ്റെ പേര് പിങ്കി, പിന്നെ ഗില്ലു. അതുപോലെ നിങ്ങളും കമൻ്റ് ഇടും കേട്ടോ കൂട്ടുകാരെ. അപ്പോൾ ഇതാ ഒരു പട്ടിക്കുട്ടീനെ നീതു ജനലയിലൂടെ കണ്ടു. നീതു എന്ത് ചെയ്തിട്ടുണ്ടാവും? നീതു കണ്ടോ, തലയിൽ തൊപ്പിയൊക്കെ വെച്ച് പുറത്തേക്ക് ടോർച്ചൊക്കെ പുറത്തേക്ക് വന്നു. എന്നിട്ട് ആ പട്ടിക്കുട്ടീനെ രക്ഷിക്കാൻ പോവുക. നിങ്ങളിങ്ങനെ പട്ടിക്കുട്ടികളൊക്കെ കണ്ടാൽ രക്ഷിക്കുമോ? വീട്ടിൽ വഴക്ക് പറയൂലേ പുറത്തൊക്കെ കണ്ട് എടുത്ത് വന്നാൽ. അപ്പോൾ ഇവിടെ നീതു എന്ത് ചെയ്തിട്ടുണ്ടാവും? നീതു എന്ത് ചെയ്തു? നീതു ആ പട്ടിക്കുട്ടീനെ എടുത്ത് കൊണ്ടുവന്ന് ഒരു കൊട്ടയിലാക്കി വെച്ചു. അതിനിതാ കുടിക്കാനൊക്കെ വെള്ളം എന്തൊക്കെയോ വെച്ച് കൊടുത്തിട്ടുണ്ട്. കഴിക്കാനോ എന്തോ കഴിക്കാൻ കൊടുക്കുന്നുണ്ട്. കണ്ടോ, നീതുവിൻ്റെ കയ്യിൽ ബിസ്ക്കറ്റ് ഉണ്ട്. പട്ടിക്കുട്ടിക്ക് ബിസ്ക്കറ്റ് കഴിക്കാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നീതു നല്ല കുട്ടിയാലേ. അടുത്ത പേജിൽ ഇപ്പം നീതു എന്ത് ചെയ്തു? സമാധാനത്തോടു കൂടി ആ പട്ടിക്കുട്ടീനെ തൻ്റെ അടുത്ത് തന്നെ ആ കൊട്ടയിൽ വെച്ച് നീതു സുഖമായിട്ട് ഉറങ്ങുകയാണ്. കണ്ട, നീതു ഉറങ്ങാൻ പോവുകയാണേ. പട്ടിക്കുട്ടി സേഫാണ്. ഇനി ഇവിടെ എന്താ എഴുതിയിട്ടുള്ളത് നോക്കൂ. ഉസേ ചായ് കെ സാത്ത് ബിസ്ക്കറ്റ് ഖാന ബഹുത്ത് പസന്ത് താ. അതിന് ചായ് കെ സാത്ത് ചായയുടെ കൂടെ ബിസ്ക്കറ്റ് ഖാന ബിസ്ക്കറ്റ് കഴിക്കാൻ ബഹുത്ത് പസന്ത് താ വളരെ ഇഷ്ടമാണ്. ഇതിൻ്റെ നമുക്ക് ഓരോന്നിൻ്റെ അർത്ഥം നോക്കാം. ഉസേ അവന്, ചായ് ചായ, കെ സാത്ത് കൂടെ, ഖാന കഴിക്കുക, ബഹുത്ത് വളരെ, പസന്ത് ഇഷ്ടം. കൂട്ടുകാർ മീനിങ്സ് ഒക്കെ എഴുതിയെടുത്തോളൂ കേട്ടോ. ഇനി അടുത്ത പിക്ചറിൽ നോക്കൂ. നമ്മുടെ നീതു നായ്ക്കുട്ടിയുടെ പേരാണ് ടോമി. ടോമിക്ക് ഭക്ഷണം വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചായയുടെ കൂടെ ബിസ്ക്കറ്റ് ഇഷ്ടമാണ്. അപ്പോൾ അവിടെ ബിസ്ക്കറ്റും കാണാം, ചായയൊക്കെ കാണാം. അപ്പോൾ ചായയും കുടിക്കുന്നുണ്ട്, ബിസ്ക്കറ്റും കഴിക്കുന്നുണ്ട് അല്ലേ. അടുത്ത പേജിൽ നോക്കൂ. ടോമീനായിട്ട് നീതു കളിക്കുകയാണ് അല്ലേ. ഔർ മേരെ സാത്ത് ഗേൽന. പിന്നെ എന്തൊക്കെയാണ് ടോമിക്ക് ഇഷ്ടം? എൻ്റെ കൂടെ കളിക്കാനും ഇഷ്ടമാണ്. ഔർ മേരെ സാത്ത് ഗേൽന, എൻ്റെ കൂടെ കളിക്കാറുണ്ട്. മേരെ സാത്ത് എന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ, ഖേൽന കളിക്കുക. അടുത്ത പിക്ചറിൽ ഉറങ്ങുന്നത് കണ്ടോ? നമ്മുടെ ടോമി കിടന്ന് ഉറങ്ങുന്നത് നോക്കിയേ. നല്ല സുഖമായിട്ട് ഉറങ്ങുക. ഫാനിൻ്റെ ചുവട്ടിൽ കിടന്ന് ഉറങ്ങുകയാണ്.
പങ്കോം കെ നീച്ചെ സോന. അപ്പോൾ ടോമിക്ക് പിന്നെ ഇഷ്ടമുള്ള കാര്യം പങ്കേ കെ നീച്ചെ സോന. പങ്കെ എന്ന് പറഞ്ഞ ഫാന്, നീച്ചെ സോന താഴെ ഉറങ്ങുക. അപ്പോൾ പങ്കേ കെ നീച്ചെ സോന എന്ന് പറഞ്ഞാൽ ഫാനിൻ്റെ താഴെ ഉറങ്ങുക. പങ്കെ ഫാൻ, നീച്ചെ താഴെ, സോന ഉറങ്ങുക. അടുത്ത പിക്ചർ നോക്കൂ കൂട്ടുകാരെ. നമ്മുടെ നീതു ദേഷ്യപ്പെടുന്നുണ്ട് അല്ലേ, ടോമിയോട് ദേഷ്യപ്പെടുന്നുണ്ട്. എന്തിനായിരിക്കും ദേഷ്യപ്പെടുന്നത്? കണ്ടോ, വികൃതി കാണിക്കുന്നത് കണ്ടോ? ഒരു ബുക്ക് ഇതാ കടിച്ച് കീറുകയാണ് നമ്മുടെ ടോമി. നോട്ടിയാണ് അല്ലേ. ഔർ കിതാബ് പഠന. അടുത്തത് ടോമിക്ക് ഇഷ്ടമുള്ള കാര്യമാണ് കിതാബ് പഠന, പുസ്തകം വായിക്കാൻ. കിതാബ് എന്ന് പറഞ്ഞാൽ പുസ്തകം, പഠന എന്ന് പറഞ്ഞാൽ വായിക്കുക. അടുത്ത പേജ് നോക്കാം മക്കളെ. അടുത്ത പേജ് നമ്മുടെ നീതു യൂണിഫോം ഇട്ട് ബാഗൊക്കെ പുറത്തിട്ട് 2 ഭാഗം മുടിയൊക്കെ കെട്ടി സ്കൂൾ ബസ് വന്നിട്ടുണ്ട്. ബസ്സിൽ കയറാൻ വേണ്ടി ടോമിക്ക് ടാറ്റ കൊടുത്തിട്ട് പോവുകയാണ്. പക്ഷെ ടോമിയുടെ മുഖം കുറച്ച് വിഷമത്തിലാണ് അല്ലേ. അപ്പോൾ അവിടെ എന്താ എഴുതിയിരിക്കുന്നത്? ഉസേ മേരാ ബാഹർ ജാന ബിൽക്കുൽ അച്ഛാ നെഹി ലഗ്താ. അവന് ഞാൻ പുറത്തു പോകുന്നത് ഒട്ടും ഇഷ്ടമില്ലായിരുന്നു. അതിന് ഞാൻ പുറത്തു പോകുന്നത് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. മേര എൻ്റെ, ബാഹർ പുറത്ത്, ജാന പോവുക, ബിൽക്കുൽ തികച്ചും, അച്ഛാ നെഹി ലഗ്താ ഇഷ്ടമല്ല. അപ്പം നമ്മുടെ ടോമിക്ക് ഇഷ്ടമില്ലാത്ത കാര്യം എന്താണ് മക്കളെ? നീതു സ്കൂളിൽ പോകുന്നത് ടോമിക്ക് ഇഷ്ടമല്ല. അടുത്തത് നോക്കൂ. അത് 2 പേരും കെട്ടിപ്പിടിച്ചിരിക്കുന്നുണ്ട് അല്ലേ. എന്ത് രസമാണ് കാണാൻ. ഹം ജബ് സാത്ത് ഹോത്തെ തോ ബഹുത്ത് ഖുഷ് രഹത്തെ. ഞങ്ങൾ എപ്പോഴാണോ ഒരുമിച്ച് ഉണ്ടാവുന്നത് അപ്പോഴെല്ലാം വളരെ സന്തോഷത്തോടെയാണ്. ഹം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ, ജബ് എന്ന് പറഞ്ഞാൽ എപ്പോഴാണോ, സാത്ത് ഹോത്തെ ഒരുമിച്ച് ഉണ്ടാവുന്നത്, തോ എങ്കിൽ, ഖുഷ് സന്തോഷം. അപ്പോൾ എന്താ കുട്ടികളെ വായിക്കിയത്? ഹം ജബ് സാത്ത് ഹോത്തെ തോ ബഹുത്ത് ഖുഷ് രഹത്തെ. ഞങ്ങൾ എപ്പോഴാണോ ഒരുമിച്ചുണ്ടാവുന്നത് അപ്പോഴെല്ലാം വളരെ സന്തോഷത്തോടെയാണ്. കഴിഞ്ഞു മക്കളെ. നമ്മുടെ പാഠം ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ കൂട്ടുകാർക്ക് ഈ പാഠമൊക്കെ ഇഷ്ടപ്പെട്ടോ? ഈ പാഠത്തിൽ ഒരു കുട്ടിയുണ്ട്, ഒരു പെൺകുട്ടിയുണ്ട്. പെൺകുട്ടിക്ക് ഹിന്ദിയിൽ ലഡ്കി എന്നാണ് പറയുക. നമ്മുടെ ആ പെൺകുട്ടിയുടെ പേര് നീതു എന്നാണ്. നീതു ഒരു ദിവസം ഉറങ്ങുമ്പോൾ, നല്ല തണുത്ത് പുതച്ച് മൂടി കിടന്നുറങ്ങുമ്പോൾ താഴേക്ക് വീടിൻ്റെ ജനലിലൂടെ താഴേക്ക് നോക്കിയപ്പോൾ തണുത്ത് ഒരു നായ്ക്കുട്ടി അവിടെ ഇരിക്കുന്നു കണ്ടു. അപ്പം നീതു എന്ത് ചെയ്തു? ആ നായ്ക്കുട്ടീനെ രക്ഷിച്ചു. ആ നായ്ക്കുട്ടിയുടെ പേരാണ് ടോമി. അവന് പാലും ബിസ്ക്കറ്റൊക്കെ കൊടുത്തു. അവരൊരുമിച്ച് കളിക്കും, ഒരുമിച്ച് ഉറങ്ങും അല്ലേ. ഇവനിഷ്ടം ബിസ്ക്കറ്റും ചായയാണ്. പക്ഷേ അവന് ഇഷ്ടമല്ലാത്ത കാര്യം നീതു സ്കൂളിൽ പോകുന്നതാണ്. 2 പേരും ഒരുമിച്ചുള്ളപ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ കൂട്ടുകാർക്ക് ഈ പാഠം വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ കൂട്ടുകാർ, ഞാൻ പറഞ്ഞ കാര്യം മറക്കല്ലേ, നിങ്ങളുടെ പേരൊക്കെ ഒന്ന് കമൻറ്റ് ഇടണം കേട്ടോ. പറ്റിയാൽ നിങ്ങൾ ഹിന്ദിയിൽ പേര് കമൻറ്റ് ഇടണം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ടും വീണ്ടും വരാം. അതുവരെയ്ക്കും ബൈ ബൈ.